പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം കർത്താവ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോർമൽ ലൈഫ് പോരാന്നുള്ളതാണ് പറയണേ. സാധാരണക്കാരായിട്ട് ജീവിച്ചാൽ പോരാ. ഇങ്ങനെ ഒരു ഒഴുക്കുള്ള വിശ്വാസമല്ല വേണ്ടേ, ദൃഢമായിട്ടുള്ള വിശ്വാസം, അസാധാരണമായിട്ടുള്ള ധൈര്യം, ക്രിസ്തുവിനെ വിളിച്ചു പറയാനായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ജീവിതം. ഓർമ്മപ്പെടുത്തൽ അതാണ്. സാധാരണക്കാരുടെ, അത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെപ്പോലും അതിശയിക്കണമെന്ന് കർത്താവ് പറയണേ. അങ്ങനെ ആദിമകാല ക്രിസ്ത്യാനികളെ വിസ്മയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ മറ്റു മനുഷ്യരിൽ നിന്ന് ഇങ്ങനെ വളരെ പെക്യുലറായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്ന ഈശോയെ അത്രയ്ക്ക് തീക്ഷ്ണതയോടുകൂടെ പ്രഘോഷിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ, വിശുദ്ധ ബർന്നബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പറഞ്ഞതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ വെറുതെ ബർന്നബാസ് എന്നല്ല അവർ തിരിച്ചറിഞ്ഞിരുന്നത്, നേരെ മറിച്ച് അപ്പസ്തോലനായ വിശുദ്ധ ബർന്നബാസ്. ആലോചിച്ച് നോക്കണം, കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്ത 12 പേരിലോ അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരിലോ ഒന്നും ഈ മനുഷ്യനെ നമ്മൾ കാണുന്നില്ല അപ്പസ്തോലന്മാരിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ പ്രത്യേകത നിറഞ്ഞ ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നിൽക്കാനായിട്ടുള്ള ധൈര്യവും സ്ഥൈര്യവുമൊക്കെ കണ്ടിട്ട് അന്നത്തെ മനുഷ്യരെല്ലാവരും അദ്ദേഹത്തെ അപ്പസ്തോലൻ എന്ന കണക്ക് പരിഗണിച്ചിരുന്നു എന്നാണ് പറയണേ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞ ഈ സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല, ജീവിതം തന്നെ മറ്റുള്ളവരെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിനേക്കാൾ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ സാധിച്ച ഒരു വിശുദ്ധൻ്റെ തിരുനാൾ, അപ്പസ്തോലനായ വിശുദ്ധ ബർന്നബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വചനം, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു തരുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത, അദ്ദേഹം കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. എന്തൊരു ഭാഗ്യമാണത്! പുനരുത്ഥാനം ചെയ്ത, അതായത് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, കർത്താവ് കല്ലറ വിട്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ആരും കണ്ടിട്ടില്ല, അതിന് സാക്ഷികളായിട്ട് ആരുമില്ല. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ജീവനോടുകൂടെ കണ്ട മനുഷ്യരിൽപ്പെട്ട ഒരാൾ. ജീവിതം മാറുന്നത് പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഈ ഉദ്ധാനം ചെയ്തവനെ കണ്ടുമുട്ടിയവരുടെ ജീവിതം പ്രകാശം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും നിറയുന്നതും കരുത്തുകൊണ്ടും കൃപ കൊണ്ടും അഭിഷേകം ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടതല്ലേ. അതേ അനുഗ്രഹം കിട്ടിയ ഒരു വിശുദ്ധൻ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാകാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരാൾ, പിന്നീട് ആ ഉത്ഥാന മഹിമയെക്കുറിച്ച്, അതിൻ്റെ പ്രഭയെക്കുറിച്ച് തൻ്റെ ചുറ്റുമുള്ളവരോടും താൻ കണ്ടുമുട്ടുന്നവരോടും താൻ ചെന്നിറങ്ങുന്നിടത്തുമൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിസ്സാരമായ വാക്കുകളല്ല, ഈ ഉള്ളു പൊള്ളിക്കുന്ന വാക്കുകൾ കൊണ്ട്, ഉള്ളു നിറഞ്ഞ ബോധ്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കത് ഉദ്ധാനം ചെയ്തവനിങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആള് സാക്ഷ്യമായി മാറി എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നത്, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവിൻ്റെ റെക്കമെൻഡേഷനാണ് വരണേ. അങ്ങനെ ആത്മാവിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയൊരു വിശുദ്ധനാണ്. ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. എന്തൊരു ലൈഫായിരിക്കും അപ്പോൾ! മനുഷ്യർ മാത്രമല്ല, സ്വർഗം തന്നെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു വിശുദ്ധനായ ഇദ്ദേഹം. നിസ്സാരക്കാരനല്ല. പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ നാടായ നാട് മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യമേകാനായിട്ട് ജോലി ചെയ്തിരുന്ന, പരാതിയും പരിഭവവും ഇല്ലാതെ ജോലി ചെയ്തിരുന്ന, ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതിൽ സന്തോഷം, ഇങ്ങനെ സാക്ഷിയാവുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു വിശുദ്ധൻ. അങ്ങനെ കർത്താവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇങ്ങനെ വളരെ ക്രോധാവേശം പൂണ്ട കുറച്ച് ജനക്കൂട്ടം അദ്ദേഹത്തെ കൊല്ലാനായിട്ടുള്ള ദേഷ്യത്തോടുകൂടെ പാഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ കഴുത്തിൽ കയറ് കെട്ടി തൂക്കിയിട്ട് കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞു എന്നാണ് സഭാചരിത്രം പറയണേ. ക്രൂരമായിട്ടുള്ള പീഡനമാണ്. അനങ്ങാൻ പോലും സാധിക്കാതെ ദൈവത്തെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം കുറ്റം വിധിക്കപ്പെട്ട് കല്ലെറിഞ്ഞ് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള വേദനയിലൂടെ കടന്നുപോയി നിസ്സഹായനായിട്ട് പിടഞ്ഞു മരിക്കേണ്ടി വന്ന ഒരാൾ.
പക്ഷേ മുഖത്ത് മായാത്ത പ്രസന്നത, ഉള്ളിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ തീക്ഷ്ണത. ഈ വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ തന്നെയാണ്. സ്വർഗം പോലും ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്യുന്ന ജീവിതം തീക്ഷ്ണതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് റെക്കമെൻഡ് ചെയ്യുന്നൊരു വിശുദ്ധൻ. ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമല്ലേ? പരിശുദ്ധാത്മാവ് വിളിച്ചിട്ട് പറയണ ഐ നീഡ് ഹിം, എനിക്ക് അയാളെ വേണം. അത്രയ്ക്ക് പവർഫുള്ളായിട്ട് ഈശോയെ പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ. ഈസ്റ്റർ തിരുനാളൊക്കെ കഴിഞ്ഞു, പല വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ആ ദിവസങ്ങളിലൊക്കെയുള്ള സുവിശേഷ വചനങ്ങളിൽ നമ്മൾ നിരന്തരം വായിച്ചു, ധ്യാനിച്ചു. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിലൊരു ജീവിതം ജീവിക്കാത്തത്? പാപ്പമാരൊക്കെ പറയണത് പോലെ ബി ആൻ ഈസ്റ്റർ ക്രിസ്ത്യൻ. ഉത്ഥാനത്തിൻ്റെ ഉയർപ്പ് മനുഷ്യരായിട്ട് ജീവിക്കുന്നേ. അതങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് അന്നത്തെ ലോകം അസാധാരണക്കാരനായ ഒരാളായിട്ട് ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പോലും അപ്പസ്തോലനായിട്ട് ഇദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, ഇദ്ദേഹത്തെ വിചാരിച്ചിരുന്നത്. ആ ഈശോയെ പറയുന്നതിലുള്ള തീക്ഷ്ണത, ആ കർത്താവിന് വേണ്ടിയിട്ട് നിലകൊള്ളാനായിട്ടുള്ള നിശ്ചയദാർഢ്യമൊക്കെ നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ ദിവസവും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന നമ്മൾ ഇതുപോലുള്ള സ്വർഗീയ കൃപകൾക്ക് വേണ്ടിയിട്ട്, അഭിഷേകത്തിന് വേണ്ടിയിട്ട്, കരുത്തിന് വേണ്ടിയിട്ട്, സാക്ഷ്യം നൽകാനും സാക്ഷിയാകാനുമായിട്ടുള്ള കൃപാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. എന്നിട്ടൊന്ന് മുട്ടിന്മേൽ നിൽക്കും. ഈശോയെ നിന്നെ സ്നേഹത്തോടുകൂടെ വിളിച്ചു പറയുന്ന തീക്ഷ്ണത എൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കട്ടെ. ആത്മാവ് പോലും ഇങ്ങനെ വിളിച്ച് ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു ഊർജം എന്നിൽ പ്രവഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കുകയും അവനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ. അത് അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണ്ടേ നമുക്ക്? ഉള്ളിൽ വിശ്വാസം ഉണ്ടച്ചാ, ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും എനിക്കറിയാച്ചാ കർത്താവ് ദൈവമാണെന്ന്. പള്ളിയിൽ പോയാൽ പോലും പോരാന്നാ പറയണേ. ഇവിടെ അധരം കൊണ്ട് ഏറ്റു പറയണം, കണ്ടുമുട്ടുന്നവരോട് വിളിച്ചു പറയണം, കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കണം ഈശോയെപ്പറ്റി. തീക്ഷ്ണത നശിക്കാത്ത ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ആഗ്രഹത്തോടെ അപേക്ഷിച്ച് നമുക്ക് ഉറങ്ങാൻ പോവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,